അങ്ങനെ പറഞ്ഞവരൊക്കെ എത്തിയിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടിട്ട് അതിന് പരിശ്രമിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? പക്ഷെ അത്രയും വലിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സാധ്യമാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്ന സമയത്ത് ഇത് രണ്ട് രീതിയിൽ എടുക്കാം. നടന്നു അല്ലെ, അല്ലെങ്കിൽ നടത്താം. ഇത് നടത്താൻ വേണ്ടി ആരെങ്കിലും വരും. ഒരു 7 കൊല്ലം മുന്നേ അർഷദ് സാർ തീരുമാനിക്കുകയാണെന്ത്, ഇതിനെ വേൾഡ് നമ്പർ 1 ആക്കണം. എത്രയോ ആളുകൾ വന്നു പോയി അല്ലെ, 1 ലീഡേഴ്സ് ഇവിടെ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ നമ്പർ 1 എത്തിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ച ആളുകളാണ് ആര്? ഈ ഇരിക്കുന്ന ലീഡേഴ്സ്. കാരണം അത്രയും സ്ട്രഗിൾ അനുഭവിച്ചിട്ട് നമ്മളിവിടെ പിടിച്ചു നിന്ന് മുന്നോട്ട് സഞ്ചരിച്ചു അല്ലെ. അതാണ് റീസൺ. അപ്പൊ ദൈവം മൂപ്പർ എന്തായാലും കുറെ കാര്യങ്ങൾ കണക്കാക്കും. ആർക്ക് വേണ്ടി? ലക്ഷ്യം വെച്ച് ഓടുന്നവർക്ക് വേണ്ടി. എല്ലാവർക്കും ഒന്നുമില്ല. ആ ലക്ഷ്യം വെച്ച് ഓടുന്നത് ആരൊക്കെയാണോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്? ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ്. അത് ഗൂഗിൾ മാപ്പ്, ദൈവത്തിന്റെ ഗൂഗിൾ മാപ്പ്. ഈ മാപ്പില് ആരാണോ എന്ത് സെറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം സെറ്റ് ചെയ്യുന്നത്, അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കും? ദൈവം വഴി കാണിച്ചു. പക്ഷെ ചിലർക്ക് വഴി ഒന്നിങ്ങനെ കറക്കിയിട്ടൊക്കെ കൊണ്ടുപോകും. അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, അവര് സ്ട്രോങ് അല്ല. നമ്മള് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോ മലയൊക്കെ കയറി ചാടാൻ വേണ്ടി പറയും. ആ മല കാണുന്ന സമയം ചിലവരെന്ത് ചെയ്യും? നടക്കുന്ന കേസല്ല, പുറകോട്ട് എടുക്കും. അപ്പൊ ചിലരെന്ത് ചെയ്യും? മല കയറി ചാടും. കാരണം എന്താ? അവർക്കറിയാം ലക്ഷ്യസ്ഥാനത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിന് എന്ത് ചെയ്യില്ല, ഒരു മാറ്റം വരുത്തില്ല, മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പൊ മല വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? മല ചാടി കിടക്കണം. അപ്പൊ നമ്മളെന്ത് ചെയ്യും? മല ചാടി കിടക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സോ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യം കയറിയിട്ട് ഈ സാധനം കാണാൻ പറ്റൂല. അർഷദ് സാറിന് കാണാൻ പറ്റാണ്ടായ റീസൺ, ഓൾറെഡി ഈസ് അച്ചീവർ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത 12 സൈറ്റ് ഓഡിറ്റ് ടീം ഉണ്ടാക്കിയിട്ട് 12 സൈറ്റ് റെഗുലർ സീലിംഗ് ആക്കിയ ആളാണ് ആര്? അർഷദ് സാർ. ഒരു സൈറ്റ് ആക്സിഡന്റലി സംഭവിക്കാം, ഒരു സൈറ്റ് റെഗുലർ സീലിംഗ് സംഭവിക്കാൻ വേണ്ടി ആക്സിഡന്റലി മതി. അതൊരു ട്രെൻഡ് ആയി നിൽക്കുന്ന സമയത്ത് ഒരു ലീഡർ കയറി വരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും 2 ആളെ പിടിച്ചിരുന്നു, അവര് കയറി കത്തിയാൽ മതി, ഒരു സൈറ്റ് സംഭവിക്കാം. 2, 3, 4, 5 അങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ അയാൾ ലീഡർ ആവണം, അല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പിന്നെ വാല്യൂവിനനുസരിച്ച് ഈ 2 എന്നുള്ളതും 3 എന്നുള്ളതും ഒക്കെ കുറയും. അല്ലെങ്കിൽ ആക്സിഡന്റലി സംഭവിച്ചതൊക്കെ അയാളുടെ വാല്യൂ, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ സാധനം ഇല്ലാണ്ടാവും ചെയ്യും. ഇതൊക്കെ നമ്മൾ കണ്ടതാ, എക്സ്പീരിയൻസാ. അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി ചില കമ്പനികൾ ഇല്ലാണ്ടാവും, ചിലർക്ക് വേണ്ടി ചില കമ്പനികൾ മുന്നോട്ട് പോകും. ഇതൊക്കെ സ്വപ്നത്തിന്റെയാണ്, അല്ലെങ്കിൽ ഡ്രീമിന്റെയാണ്, അതേപോലെ ഗോളിന്റെയാണ്. ആ ലക്ഷ്യമാണ് നമ്മൾ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത്. ലക്ഷ്യം, ആ മാപ്പ് കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി നമ്മളിവിടെ റീച്ച് ആവാം. ആ ഒരു 100% കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വേണം. 100%. ഇന്നൊരു പൊടി പോലും, ആര് എന്ത് പറഞ്ഞാലും പൊടി പോലും പുറകോട്ട് നമ്മുടെ മൈൻഡ് കൊണ്ട് പോകാൻ ഞാൻ പറയും. അതെന്ത് അഷ്കർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, മൂപ്പരോടെ പറഞ്ഞത്. അതായത് നമ്മൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ദൈവം ഇങ്ങനെ തരണം എന്ന് വിചാരിക്കും. നമ്മളപ്പം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഫുൾ പോസിറ്റീവ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒന്ന് മാറി അവിടെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മാറുമ്പോൾ നമ്മുടെ ടോക്ക് മാറും. അതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പർ തരാൻ വിചാരിച്ച മൂപ്പർ എന്ത് ചെയ്യും? ഇങ്ങോട്ടെന്നെ എടുത്തിട്ട് നമുക്ക് പിന്നെ നോക്കാട്ടാ എന്ന് പറഞ്ഞ് മൂപ്പര് പോകും. കറക്റ്റാ, റിയാലിറ്റിയാ പറഞ്ഞത്. ഇത് നമ്മള് തമാശക്ക് പോലും വെറുതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, പലരും പറയാറുണ്ട്. തമാശക്ക് പോലും നാവിന്ന് എന്ത് വരരുത്? നെഗറ്റീവ് വരാൻ പാടില്ല, നെഗറ്റീവ് ടോക്സ് വരാൻ പാടില്ല, തമാശക്ക് പോലും. അത് വന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് നമുക്ക് അറിയാത്തോണ്ടാണ്. അതുകൊണ്ടാണ് വേർഡ്സിന് അത്രയും ശ്രദ്ധിക്കണം എന്ന് മഹാന്മാര് പറഞ്ഞത്. പവർ ഓഫ് വേർഡ്സ് ചെറിയ കാര്യമല്ല. അഫർമേഷൻസ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ, ഇതിനൊക്കെ ഭയങ്കര പവറാണ്. പണ്ട് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിനെ ഒരു വട്ടം ബ്രിട്ടീഷുകാർ ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിനെടുത്ത് തൂക്കിയെറിഞ്ഞു. ഇന്ത്യക്കാരനായതിന്റെ പേരിൽ തൂക്കിയെറിഞ്ഞു, പുറത്ത് കിട്ടും. അന്ന് മഹാത്മാഗാന്ധി ഫീലിങ്സോട് കൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ തൂക്കിയെറിയും. അതാണ് 1947 നമുക്ക് കിട്ടിയ
സ്വാതന്ത്ര്യം. കാരണം അന്ന് മഹാത്മാഗാന്ധി എന്തല്ല, ഈ ഒരു ക്യാരക്ടർ അല്ല, അന്ന് വക്കീല, അന്ന് കോട്ടും സൂട്ട് അണിഞ്ഞ ഗാന്ധിയാണ്. പക്ഷെ അന്ന് എടുത്ത തീരുമാനം, അന്ന് എന്ത് സെറ്റ് ചെയ്തു? അന്ന് സെറ്റ് ചെയ്തതാണ് ഗോൾ. ആ ഗോള് ആര് സ്വീകരിച്ചു? ആ ദൈവം അല്ലെങ്കിൽ ആ ശക്തി സ്വീകരിച്ചു. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യണം? കോട്ട് വിരിക്കണം. അതിനുള്ള പണി ആരെടുത്തു? ദൈവം. ഇത്രേ ഉള്ളൂ. ഗോൾ സെറ്റ് ചെയ്ത്, അത് ഫീലിങ്സോട് കൂടി സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും കൂടി മുമ്പിലിട്ട്. പക്ഷെ ആ ഗോളിൽ നിന്ന് എന്ത് മാറാൻ പാടില്ല? മൈൻഡ് മാറാൻ പാടില്ല. ഫോക്കസ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സാധനം ക്രിയേറ്റ് ചെയ്തു. ഇത് ക്രിയേറ്റ് ചെയ്ത സമയത്ത്, ഇത് ക്രിയേറ്റ് ചെയ്യാനുണ്ടായ റീസൺ എത്രേ ഉള്ളൂ,